ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് ജേതാവ് വണ്ടൻമേട് പുറ്റടിയിലെ മാതൃകാ കർഷകനായ ശ്രീ രവീന്ദ്രൻ നായർ ചെമ്പകശ്ശേരിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീമിൽ നിന്നുള്ളത് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ പുറ്റടി പ്രദേശത്ത് കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന രവീന്ദ്രൻ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ്. അദ്ദേഹം ഈ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് കരസ്ഥമാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം രവീന്ദ്രൻ. ചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഒരു 50 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായും പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണ്. ചേട്ടൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? അതെ, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അതെ അല്ലേ. ഏതൊക്കെ കൃഷികളാണ് ഇപ്പോൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് ചെയ്യുന്നത് ഏലം, കുരുമുളക്, കാപ്പി, ഇഞ്ചി, ചേമ്പ്, ചേന, അതുപോലെ നെൽകൃഷി, പുൽകൃഷി, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഡയറി ഫാം, ആട് ഫാം, കോഴി ഫാം ഒക്കെ വേറെ ഉണ്ട്. നാണ്യവിളകളോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മറ്റ് കന്നുകാലി കൃഷികളെല്ലാം ചെയ്തു വരുന്നുണ്ടല്ലോ. എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും എല്ലാം ഉണ്ട്. മൊത്തം എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? മൊത്തം 13 ഏക്കർ സ്ഥലവും 7 ഏക്കർ പാട്ടത്തിനടുത്തുമായി 20 ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്. 20 ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഇത്ര ഏരിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് തൊഴിലാളികളെയൊക്കെ ആവശ്യത്തിന് കിട്ടാറുണ്ടോ? ഒരു 10 തൊഴിലാളി നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. ഉണ്ട്. അതിന് കൂടുതൽ ആളുകളെ എപ്പോഴും ആവശ്യം വരുന്നുണ്ടോ? അതോ ആവശ്യം വരുമ്പോൾ ഉണ്ട്. അന്നേരം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കും. അതെ അല്ലേ. മെയിനായിട്ട് ചെയ്യുന്ന ഒരെണ്ണം നമ്മുടെ ഡയറി ഫാം ആണ്. അതെ. ഡയറി ഫാം എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? ഡയറി ഫാം പറയുന്നത് 33 വർഷമായി. ഒരു പശുവിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഒരു പശുവിൽ തുടങ്ങിയതാണ്. ഇന്ന് 40ഓളം പശുക്കളുണ്ട്. 40ഓളം പശുക്കളുണ്ട്. ഏത് ഇനം പശുവിനെയാണ് ചെയ്യുന്നത്? കൂടുതലായും ജേഴ്സി, HF ഇനം പശുക്കളാണ്. അതെ അല്ലേ. കറവയുള്ളത് എത്ര പശു? ഇപ്പം 20 പശുവോളം കറവയുണ്ട്. അതിന്റെ കറവയൊക്കെ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്? കറവ ഞങ്ങൾ ജോലിക്കാരുണ്ട്, ഞാനും കൂടും. ഒരു ദിവസം 250 ലിറ്റർ പാല് ദിവസം കയറി പോകാനുണ്ട്. നമ്മുടെ പശുവിനുള്ള പുല്ലൊക്കെ എങ്ങനെയാണ്? പശുവിൻ്റെ പുല്ല് സ്വന്തമായിട്ട് പുൽകൃഷിയുണ്ട്. അതിൽ നിന്ന് വെട്ടി നമ്മൾ കൊടുക്കും. പിന്നെ പോയിട്ട് കണ്ടത്തിൽ നിന്ന് കച്ചി കിട്ടാനുണ്ട്, അത് കൊടുക്കും. അപ്പോൾ ഈ പുല്ല് നമ്മൾ മറ്റേ CO3 ഒക്കെ പോലുള്ള കൃഷി ചെയ്യണോ? CO3 ഉണ്ട്, പിന്നെ സൂപ്പർ നേപ്പിയർ ഉണ്ട്, റെഡ് നേപ്പിയർ ഉണ്ട്, അങ്ങനെ വിവിധതരം പുല്ലുകളുണ്ട്. എല്ലാത്തരം പുല്ലായിട്ടും കൃഷി? ഉണ്ട്. എല്ലാത്തരം കൃഷിയുണ്ട്. നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞാലേ? നെൽകൃഷിയുണ്ട്. നമ്മുടെ ഈ ഹൈ റേഞ്ച് മേഖലയിൽ അധികം ഇല്ലാത്തൊരു കൃഷിയാണ് നെല്ല് അല്ലേ? അതെ. ഹൈ റേഞ്ച് മേഖല എല്ലാവരും തന്നെ കൃഷി നിർത്തിയെങ്കിൽ ഞാൻ നിർത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതിനൊന്നല്ല ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്ന പാൽത്തുണി തന്നെയാണ്. ഇത് ലാഭകരമാണോ? ലാഭകരമാക്കും. ഞാൻ ലാഭകരമാക്കും. ഈ കച്ചി കന്നാലി കൊടുത്തു നോക്കുക, മുതലാക്കി എടുക്കും. ഈ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് പരിചയസമ്പത്തുള്ള ആളുകളുണ്ടോ പണിക്ക്? അത് ഉണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ട്, അവരാ ചെയ്യും. പിന്നെ ആട്, കോഴിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. അതൊക്കെ ലാഭകരമാണോ? അതും ലാഭകരമാണ്. കോഴി ഇപ്പം എത്ര ഉണ്ട്? കോഴി 30 കോഴിയെ ആരംഭിച്ച് 4 വർഷം മുമ്പ് ആരംഭിച്ചിട്ട് ഇപ്പം 350 കോഴിയുണ്ട്. 350 ഉണ്ട്. അത് ഏതിനാണ്? അത് BV380 എന്ന് പറയുന്ന എണ്ണമാണ്. അത് ഒരു വർഷത്തിൽ എത്ര മുട്ട നമുക്ക് കിട്ടും? ഒരു കോഴിയിൽ നിന്ന് 320 മുട്ടയാണ് അവർ അവകാശപ്പെടുന്നത്. 300 മുകളിൽ ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു വിപണി എങ്ങനെയാണ്? അതിന്റെ വിപണി ഇവിടുന്ന്, അതായത് ദൂര സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാർ 100 എണ്ണം 50 എണ്ണം വീതം കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടെ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പരിസരത്തുള്ള കടവഴിയെല്ലാം വിൽപ്പനയുണ്ട്. അങ്ങനെ പോകുന്നു. നമുക്കിപ്പോൾ എത്ര മുട്ടയുണ്ടെങ്കിലും അത് ചിലവായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ? തീർച്ചയായും ചിലവായിക്കോളും. അതിനുള്ള തീറ്റയൊക്കെ എങ്ങനെയാണ്? തീറ്റ നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുകയാണ്. അതിന്റെ തീറ്റ തന്നെ കൊടുക്കണം. അതിന് SKM എന്ന് പറഞ്ഞ ഒരു തീറ്റ വാങ്ങിയാണ്. അത് കോഴിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്
മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ ഈ കോഴിവെള്ളം നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. തീർച്ചയായും കോഴിവളം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നു. ആട് ഫാമും ഉണ്ടല്ലേ? ആട് ഫാമുണ്ട്. ആട് ഏതിനാണ് ചെയ്യുന്നത്? ആട് നമ്മൾ ബീച്ചില്, ജമുനാപ്പാരി, മലബാറി തുടങ്ങിയ ക്രോസ് ഇനങ്ങൾ ആട് ആണ് നമുക്കുള്ളത്. അത് ഒറിജിനൽ ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാണ് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ആടിന്റെ പാലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ആടിന്റെ പാല് കറക്കാറില്ല, കാരണം കുട്ടികൾ വളരെ താമസമാകുന്നു. കറക്കാതിരുന്ന മാത്രമേ കുട്ടി പെട്ടെന്ന് വളർന്നു കിട്ടും. അത് ആട്ടിൻകുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏലമാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത്. ഏലമാണ് ഏറ്റവും ഏലവും കൊടിയാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇടവിളയായിട്ടാണ്. ഏലം ഏതിനാണ് ചെയ്യുന്നത്? ഏലം ഞള്ളാനി എന്ന് പറയുന്ന ഒരു ഏലമാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും. കൃഷി തുടങ്ങിയ സമയം മുതൽ അത് തന്നെയായിരുന്നു? തീർച്ചയായിട്ടും തുടങ്ങിയ സമയം മുതൽ അത് തന്നെയായിരുന്നു. അതായിരുന്നു നല്ല വിളവ് കിട്ടുന്നത്. ഇപ്പം മറ്റ് കുറച്ച് പുതിയ ഇനങ്ങളൊക്കെ വന്നിട്ടില്ല. അത് ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കി, പക്ഷെ ഒന്നും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞള്ളാനി തന്നെയാണ് വിജയമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ വർഷത്തെ വേനൽ ഭയങ്കര കടുത്ത വേനലായിരുന്നു. നമ്മുടെ കൃഷിനെ അത് ബാധിച്ചിരുന്നോ? നമ്മുടെ കൃഷി കുറച്ച് ഭാഗത്ത് ബാധിച്ചു, വലിയ കൂടുതലായിട്ട് ബാധിച്ചില്ല. അതല്ലേ? ഇല്ല. നമുക്കിവിടെ ജലസേചന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്, ബോർവെല്ലുണ്ട്, കുളമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട്. വലിയ കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഈ വയലുള്ളതുകൊണ്ട് അവിടെയും നമുക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ കിട്ടുമായിരിക്കും. കുറെ വെള്ളം അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ഈ ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് ഏലം നടുന്ന സമയം മുതൽ അത് പരിപാലിക്കുന്ന രീതി ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഏലം നടുക എന്ന് പറയുന്നത് നമ്മൾ കുഴി എടുത്തിട്ട് അത് പിന്നെ ഈ ഏലത്തിന് തട്ട ചിമ്പ് എടുത്ത് വെച്ചാണ് നമ്മൾ പരിപാലിക്കുന്നത്. അത് കുഴപ്പമില്ല, നന്നായിട്ട് ഒരു വർഷം കൊണ്ട് കയറി വരുന്നുണ്ട്. നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ ആദായമായിട്ട് വരാനായിട്ട് എത്ര നാളാകും? നമുക്കൊരു 18 മാസം വരെ ആവും ആദായം. അതെ. വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? വളപ്രയോഗം കൂടുതലും നമ്മൾ ഈ പിണ്ണാക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിൽ തന്നെ? ജൈവ രീതിയിലാണ് കൂടുതൽ. ഒരു വർഷം എത്ര തവണ ചെയ്യാറുണ്ട്? ഒരു വർഷം അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാണകപ്പൊടിയൊക്കെ നമ്മുടെ ഡയറി ഫാമിൽ തന്നെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടും. 40 പശുക്കളില്ല, 15 ആടുകളുണ്ട്. അതുകൊണ്ട് കോഴിയുടെ വളമുണ്ട്. കമ്പോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും കമ്പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചാണകത്തിന്റെ വേസ്റ്റും എല്ലാം കൂടി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്ലറിയുണ്ട്. ബയോഗ്യാസ് ആണ് നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതേ ഉള്ളൂ. അപ്പം സ്ലറി വരുന്നത് നമ്മൾ പുൽകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള വീട്ടിലാവശ്യമുള്ള ഗ്യാസ് നമുക്ക് ബയോഗ്യാസ് ഇട്ട് കിട്ടുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂടി വരുമ്പോൾ നമുക്ക് ഈ ഡയറി ഫാം ലാഭകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അതായത് വീട്ടിലുള്ള പാല് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, ഗ്യാസ് കിട്ടുന്നുണ്ട്, ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നു. കമ്പോസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോകും. ഒരു ദിവസം രാവിലെ എത്ര മണി മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെടും? രാവിലെ 4:30 ആകുമ്പോൾ ഞാൻ ഫാമിൽ ചെല്ലും. അന്നേരം മുതൽ തുടങ്ങി അത് ആ ഒരു പ്രയത്നം ഒരു വൈകിട്ട് 7:30 വരെ ഉണ്ടാവും. അത്ര നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയാൽ നേരെ ഇരുട്ടി കഴിഞ്ഞ ശേഷമാണ്. അതെ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഏലത്തിന് ഇടവിളയായിട്ട് കുരുമുളക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഏതിനാണ്? കുരുമുളക് സാധാരണയായിട്ട് കരിമുണ്ട, മരംപടത്തി ഇനങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അങ്ങാലായിട്ട് നമുക്ക് ഈ ഏലത്തിനിടയ്ക്കുള്ള മരങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ ഉപയോഗിച്ചത്? മരങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏലത്തിന് ഷെയ്ഡായിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ മരങ്ങളാണ് സാധാരണ ഉള്ളത്? സാധാരണ പ്ലാവ്, മഹാഗണി, അതുപോലെ മൂജിക്ക്, കരണ തുടങ്ങിയ മരങ്ങളാണ് ഇതിന് ഷെയ്ഡായിട്ട് ഉപയോഗിക്കുന്നത്. ഏലത്തിന്റെ ഷെയ്ഡ് കൂടി പോകാനും പാടില്ല, ഷെയ്ഡ് കുറയാനും പാടില്ല അല്ലേ? അത് നമ്മൾ ക്രമീകരിച്ച് എല്ലാ വർഷവും ക്രമീകരിക്കും. ഏലത്തിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അധികം കേട് വരാറില്ല അങ്ങനെ. ശരി. ഈ തണ്ടുതുറപ്പൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? തണ്ടുതുറപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കീടാശികളൊക്കെ തളിക്കേണ്ടി വരും. നിയന്ത്രിച്ച് നിർത്താനായിട്ട് തീർച്ചയായിട്ടും. ഈ മഴക്കാലത്ത് ഈ അഴുകലൊക്കെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? അഴുകൽ വളരെ അപൂർവമായിട്ടേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. അതെല്ലേ? ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകാറില്ല. ഈ കുമ്മായൊക്കെ ഉപയോഗിക്കാറുണ്ടോ? കുമ്മായ ഉപയോഗിക്കാറുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ അത് കറക്റ്റ് സമയത്ത് കുമ്മായൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് സമയത്ത് ചെയ്യുവാണെങ്കിൽ പരിഹരിച്ച് നിർത്താൻ പറ്റും തോന്നുന്നല്ലേ? നമ്മൾ സമയത്ത് അഡ്വാൻസ് ചെയ്യണം. അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിച്ച് നിർത്താൻ പറ്റും. മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ? ഉണ്ട്, മണ്ണ് പരിശോധന നടത്താറുണ്ട്. അതിന്റെ എവിടെ സൗകര്യം?
അതിന് കൃഷിഭവനാണ് ഏർപ്പാടാക്കി തരുന്നത്. വണ്ണമ്മേട് കൃഷിഭവൻ ആണ് ഏർപ്പാടാക്കി തരുന്നത്. വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടോ അത്? ഉണ്ട്, വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക്. ഏത് വളമാണ് അല്ലെ അതെ. പ്രശ്നം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടോ? പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, അതുപോലെ പച്ചമുളക്, വഴുതന, അങ്ങനെ വിവിധ കൃഷി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ അതോ നമ്മുടെ ആവശ്യമുണ്ട് ബാക്കി മിച്ചം വന്ന് പുറത്ത് കൊടുക്കും. നല്ല പച്ചക്കറി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കാനും പറ്റും അല്ലേ? ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഈ ഉരുളക്കിഴങ്ങൊന്നും അധികം പേര് ചെയ്യാത്ത ഒരു കൃഷിയാണ്. അതിലേക്ക് വരാനുള്ളൊരു കാരണം അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഈ ഏലം പുതുക്കി നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിനിടയ്ക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു വർഷത്തേക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറേ ഉരുളക്കിഴങ്ങ് കിളുത്ത് പോയപ്പോൾ ഞാൻ ആ സാധനം എടുത്ത് കുറേ കൂടെ മേടിച്ചിട്ട് കിളിപ്പിച്ച് നട്ടിയാൻ അതങ്ങനെ ഒരു വളം നിൽക്കുകയാണ്. അത് നല്ല വിളവ് കിട്ടുന്നുണ്ടോ? നല്ല വിളവ് കിട്ടുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടോ? അതേ ചില വർഷമൊക്കെ ചെയ്യും, എല്ലാ വർഷവും അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാറില്ല. പിന്നെ ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടല്ലേ? അതെ, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, അത് രണ്ടും ഉണ്ട്. അത് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? രണ്ടും സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അതല്ലേ? പക്ഷെ ഇഞ്ചിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം വില കൂടുതലാണെങ്കിൽ പിറ്റേ വർഷം അത് വില കുറയും, അങ്ങനെ ഉണ്ട് നമ്മളെ. പക്ഷെ എല്ലാ വർഷവും അത് ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ പൈസ ഉള്ള സമയത്ത് നമുക്ക് ലാഭകരമായിരിക്കും. ഇഞ്ചി എങ്ങനെ നമ്മൾ ചുക്കാക്കിയാണ് കൊടുക്കുന്നത് അതോ അല്ലാണ്ടാണ്? ഇല്ല, നമ്മൾ പച്ചയിഞ്ചി കൊടുക്കുള്ളൂ, ചുക്കാക്കി കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ശരി. നമ്മൾ ഏലക്ക അതിന്റെ വിളവെടുപ്പിനൊക്കെ തൊഴിലാളികളെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഏലക്ക വിളവെടുപ്പിന് നമ്മുടെ പരിസരത്ത് നിന്ന് കുറച്ച് തൊഴിലാളിയുണ്ട്, പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട്. ഇത് വിളവെടുപ്പിന് ശേഷം നമ്മളതിനെ പ്രോസസ്സ് ചെയ്യണമല്ലോ, അത് ഉണക്കിയാണല്ലോ. അതെ. അതിനുള്ള സ്റ്റോറൊക്കെ നമുക്കുണ്ട്. ജാതി കൃഷി ചെയ്യുന്നുണ്ടല്ലേ? ജാതി കൃഷി ചെയ്യുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടോ? അത് വലിയ വിപുലമായിട്ടില്ല, കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് സർവ്വസുഗന്ധിയാണ്, ഓൾ സ്പൈസസ്. അത് കുഴപ്പമില്ല, കായുണ്ട്. ഇങ്ങനെ ഒരു 5 മരമുണ്ട്. 5 മരത്തിൽ നിന്ന് എങ്ങനെയായാലും നമുക്ക് ഒരു 20,000 രൂപ ഒരു വർഷം വരുമാനമുണ്ട്. കിട്ടുന്നുണ്ട്. ഈ സർവ്വസുഗന്ധി എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഒരു കാർഷിക മേഖലയിൽ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ പലരും വീട്ടിലുണ്ടെങ്കിൽ പോലും അത്ര വ്യാപകമല്ലാത്തൊരു വിളയാണ് അത്. അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ എൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഉപയോഗം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. അത് ഓൾ സ്പൈസസ് ആണ്, അതായത് 7 സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടാണ് ഈ സാധനം. ഇത് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കാം, വെള്ളം കുടിക്കാം, വെള്ളത്തിലിട്ട് കുടിക്കാം. അതുപോലെ പിന്നെ വിറ്റ അതിന് വിലയുണ്ട്. വിറ്റ അതിന് 900 രൂപ കിലോയ്ക്ക് ഉണങ്ങിയത് കിട്ടും. കായ്ക്കാണ് വില അതോ? കായ്ക്കാണ് വില. കായ്ക്ക് ഇലയ്ക്കും വിലയുണ്ട്, ഇലയ്ക്കധികം വിലയില്ല, കായ്ക്ക് നല്ല വിലയാണ്. 900 രൂപ കിലോയ്ക്ക് കിട്ടും. അത് 5 എണ്ണം ഉണ്ടല്ലേ? അത് 5 എണ്ണം ഉണ്ട്. അതിൻ്റെ ഇല നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഇല നമുക്ക് ഇറച്ചിക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാം, ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. മസാലയുടെ ടേസ്റ്റാണ് കിട്ടുന്നത്. ജാതി കൃഷി ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അത് ഏലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാതിക്ക് പണി കുറവാണെന്ന് തോന്നുന്നല്ലേ? അത് ഈ പണി കുറവാണ്, പക്ഷെ അതിലൊക്കെ ഈ പണി കൂടിയാലും ഏറ്റവും ലാഭകരം തന്നെയാണ്. ഏലം തന്നെയാണ്. ജാതി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ? വേനൽക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യം. ഇപ്പോൾ ഏലത്തിൽ ഇടവേള ആയതുകൊണ്ട് നമുക്ക് ഏലം നനച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് അതിന് വേണ്ടി വളത്തിന്റെ ആവശ്യം ഒന്നും വരുന്നില്ല. ആയതുകൊണ്ട് മഞ്ഞൾ വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ? മഞ്ഞൾ ഒരുപാട് വിപുലമായിട്ട് ചെയ്യുന്നില്ല, ഒരു 10, 15 സെന്റ് 20 സെന്റ് ചെയ്യുന്നു, വീട്ടാവശ്യം മാത്രം. പുറത്തു കൊടുക്കാനുള്ള ചെയ്യാറില്ല. മിച്ചം വന്നാൽ പുറത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പല ആൾക്കാരും മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി പൊടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലാണ്ട് പച്ചയ്ക്ക് ഉണങ്ങി പൊടിക്കാറുണ്ട്. ചേട്ടൻ ഏത് രീതിയാണ്? ഞാൻ പുഴുങ്ങി ഉണങ്ങിയാണ് പൊടിക്കുന്നത്. നേരത്തെ മൂലം അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ട് ശീലിച്ചു പോകുന്നുള്ളത്. അപ്പൊ അത് തന്നെയായിരിക്കും കൂടുതൽ കാലം നിൽക്കാനൊക്കെ. അതെ. കാപ്പി കൃഷി ഉണ്ടല്ലേ? കാപ്പി കൃഷിയുണ്ട്, ഒരുപാട് വിപുലമായിട്ടില്ല. നമ്മുടെ വീട്ടാവശ്യമായിട്ടുള്ള കണക്കൂട്ടുകളേ ഉള്ളൂ. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഏലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാപ്പിയൊക്കെ ഇടയില്ലാതായി. അപ്പോൾ കുറച്ച് ഭാഗത്ത് കാപ്പി വെച്ചു, നമ്മുടെ ആവശ്യം മാത്രം. ഇപ്പോൾ 1 കിലോ കാപ്പിപ്പൊടി വിപണി കിട്ടണ 700 രൂപയായി. അപ്പം നമുക്ക് അതുകൊണ്ട് അത് വാങ്ങിക്കാതെ പിടിച്ചിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു കാപ്പി കൃഷി ഇപ്പോൾ കാപ്പിയുടെ വില കൂടിയോണ്ട് ലാഭകരമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, കാപ്പിക്ക് അത്യാവശ്യം വിലയുണ്ട്. അത്യാവശ്യം വിലയുണ്ട്, നല്ല വിലയാണ്. ഇത്ര വില ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ ആദ്യകാലങ്ങളിൽ കാപ്പി കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, നേരത്തെ എല്ലാവർക്കും കാപ്പി കൃഷി മാത്രമാണ് ഉണ്ടായത്, കൂടുതലായിട്ടുണ്ടായിരുന്നു. ഏലം കൃഷി വളരെ കുറവായിരുന്നു. ഈ കാപ്പിയും കുരുമുളകൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് എല്ലാവരും ഏലത്തിലോട്ട് തിരിഞ്ഞു. ഇപ്പൊ കാപ്പി ഏലത്തിലേക്ക് തിരിഞ്ഞ ഒരു സമയത്താണ് ആൾക്കാർ കാപ്പി ഉപേക്ഷിച്ച് കൊക്കോ അല്ലെ? അതെ, കാപ്പി കൊക്കോ ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചേട്ടൻ കുറച്ച് കാപ്പി അപ്പോഴും നിർത്തിയിട്ടുണ്ട്. അത് ഏതിനം കാപ്പിയാണ്? ഇവിടെയുള്ളത് സെലക്ഷൻ അറബി എന്ന് പറയുന്ന കാപ്പിയാണ്. ശരി. അത് നല്ല കായാണ്, നല്ല ഉൽപാദനം കൊണ്ട്
വിലയുണ്ട്. ഇപ്പൊ ഈ കാപ്പിക്ക് വില കൂടിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി വിപുലമാക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആക്കാനുള്ള സൗകര്യങ്ങളില്ല. മൊത്തം ഏലകൃഷി ആയതുകൊണ്ട് ഇനി വേറെ സൗകര്യങ്ങൾ കുറവാണ്. വാഴ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏതിനാണ്? അത് എല്ലായിനും വാഴയുണ്ട്, പാളയം കൂടനുണ്ട്, ചെങ്കതളിയുണ്ട്, റോബസ്റ്റായുണ്ട്, പിന്നെ ഏത്തവാഴയുണ്ട്, അങ്ങനെ എല്ലാ വാഴകളും ഉണ്ട്. എല്ലാം അത് എല്ലാ ഇടവിളയാണ്. എന്നാലും ഒരു 1/2 ഏക്കർ ചെയ്യുന്നുണ്ട്. അതൊരു ഓണവിപണി മുന്നിൽ കണ്ടുകൊണ്ടാണോ അതോ അങ്ങനെ ഒരു ഓണവിപണി കണ്ടുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. അത് കുറച്ച് ഏത്തവാഴ വെച്ചിട്ടുണ്ട്, ഓണവിപണിയുണ്ട്. ആ സമയത്ത് അതിന് വില കിട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? അത് സന്തോഷം. മണ്ണിനെ സ്നേഹിച്ച ഒരു അനുമോദനം അല്ലെങ്കിൽ ഒരു അവാർഡ് അത് കിട്ടിയത് വളരെ സന്തോഷമായി പോയി. കാരണം വെച്ചാൽ ഇത് ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇത് ആരും തന്നെ വാങ്ങിച്ചിട്ടുള്ളതല്ല. ഇത് കിട്ടിയിട്ടുള്ളത് പാലക്കാട്, വയനാട് മേഖലകൾക്കാണ് ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇടുക്കി ജില്ലയ്ക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷം ഈ നാടിനും സമൂഹത്തിനും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ കൃഷിക്കാർ ഒരുപാട് കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് അല്ലേ? തീർച്ചയായും ഇടുക്കിയിലാണ് കൂടുതൽ കൃഷിക്കാരുള്ളതാണ്. യുവാക്കളൊന്നും ഇപ്പോൾ പഴയ പോലെ കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പം അങ്ങനെ കൃഷിയിലേക്ക് കടന്നു വരാതിരിക്കുന്ന യുവാക്കളോട് ഒരു നല്ല കർഷകരുടെ അവാർഡ് കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് ചേട്ടൻ്റെ അനുഭവത്തിൻ്റെ ഒരു ബലത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്ന യുവാക്കളെല്ലാം തിരിച്ച് കൃഷിയിലേക്ക് വരണം. എന്താണെന്ന് ചോദിച്ചാൽ ആരെയും പേടിക്കാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു തൊഴിലാണിത്. ഇതിന് വരുമാനം നമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്ന ഒരു പരിധിയുണ്ട്. ഇതങ്ങനെ പരിധിയില്ലാത്തൊരു വരുമാനമാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവതും മനസ്സുള്ള ആൾക്കാർ കൃഷിയിലോട്ട് തന്നെ തിരിഞ്ഞു വരണം എന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, 2 മക്കള്, അവരെ മരുമക്കളും ഉണ്ട്, 6 പേരുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് ഒരാൾ എൻ്റെ കൂടെ കൃഷിപ്പണിയിലോട്ട് തിരിഞ്ഞു, MBA വരെ ബിരുദം എടുത്തതാണ്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും എൻ്റെ കൂടെ കൃഷിയിലോട്ട് തിരിഞ്ഞ് വന്നു. മോള് ഒരു BAMS ഡോക്ടറാണ്, അവളെ ഹോസ്പിറ്റലിൽ നടത്തുന്നു. കൊച്ചു മക്കൾ പഠിക്കുന്നു. ഭാര്യ എൻ്റെ കൂടെ ഞാൻ ഈ ഫാമെല്ലാം നടത്തുമ്പോൾ മകൻ കൃഷിഭൂമിയെല്ലാം നോക്കി നടത്തും. ഭാര്യ എൻ്റെ കൂടെ ഈ കോഴി ഫാമും എല്ലാം നോക്കി നടത്തും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സഹകരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിലെല്ലാവരും സഹകരിച്ചാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷകരമായിട്ടൊരു കാർഷിക ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ചേട്ടന് സാധിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ കിസാൻ വാണിക്ക് വേണ്ടി ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രവീന്ദ്രൻ ചേട്ടനാണ്. ഇത്രയും നേരം നമ്മളോട് കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണിയുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം കാർഷിക മേഖലയിൽ നല്ലൊരു മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതിന് കിസാൻ വാണിയുടെ പ്രേക്ഷകരുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. വണ്ടൻമേട് പുറ്റടിയിലെ മാതൃകാ കർഷകനായ ശ്രീ രവീന്ദ്രൻ നായർ ചെമ്പകശ്ശേരിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഭീതി വിതയ്ക്കുന്ന പേവിഷബാധ. ആലപ്പുഴ ഗവൺമെന്റ് ജനറൽ ആശുപത്രി ശ്വാസകോശ വിഭാഗം മേധാവി ഡോക്ടർ കെ വേണുഗോപാൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. ഇന്ത്യയിൽ ഒരു വർഷം 30,000 മുതൽ 40,000 പേർ പേവിഷബാധയേറ്റ് മരിക്കുന്നതായി കണക്കാക്കുന്നു. ആൻഡമാൻ നിക്കോബാറിലും ലക്ഷദ്വീപിലും പേവിഷബാധ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിമാരകമാമിധം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ലിസാവിരിഡിയെ ടൈപ്പ് 1 എന്ന വൈറസ് രോഗമാണിത്. റാബ്ഡോ വിരീഡിയെ എന്ന വൈറസാണ് പേവിഷബാധ അഥവാ റാബീസ് ഉണ്ടാകുന്നത്. രോഗിക്ക് വെള്ളം കണ്ടാൽ ഭയം എന്ന അർത്ഥത്തിൽ ഹൈഡ്രോഫോബിയ എന്നും പറയും. 2 തരം റാബീസ് കണ്ടെത്തിയിട്ടുണ്ട്. നഗരങ്ങളിൽ കാണുന്ന തരം പട്ടി, പൂച്ച എന്നിവയിലൂടെ വ്യാപിച്ച് മനുഷ്യരെ ബാധിക്കുന്ന 99% ഈ വിഭാഗത്തിൽപ്പെടുന്നു. ലോകത്താകമാനം 60,000 പേർ ഇതുവഴി മരിക്കുന്നു. 1 കോടിയിലേറെ പേർ ഇതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നു. കാട്ടിൽ കാണുന്ന തരം കുറുക്കന്മാരിലൂടെയും ചെന്നായ്, നരിച്ചീറുകൾ എന്നിവ വഴിയും വ്യാപിക്കും. നരിച്ചീറുകൾ വസിക്കുന്ന ഗുഹകളിൽ കയറുന്ന മനുഷ്യർക്ക് പേവിഷബാധയേറ്റതായി രേഖകളുണ്ട്. അർജന്റീനയിൽ 10 ലക്ഷത്തോളം കന്നുകാലികൾ നരിച്ചീറുകൾ കഴിച്ച് വിഷബാധയേറ്റ് മരിച്ചതായി കണക്കാക്കുന്നു. രോഗബാധ എങ്ങനെ? രോഗം ബാധിച്ച മൃഗത്തിൻ്റെ ഉമിനീര് വഴി വൈറസ് പുറത്തു വരുന്നു.
രോഗം ബാധിച്ച മൃഗങ്ങളുടെ കടികൊണ്ടോ തൊലിപ്പുറത്തെ മുറിവ് വഴിയോ ശ്ലേഷ്മസ്തരത്തിലൂടെയോ നക്കുന്നത് വഴിയോ രോഗം വ്യാപിക്കും. പേവിഷ ലക്ഷണങ്ങൾ കാണിക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് മുതൽ നായ് മരിക്കുന്നത് വരെ ഇവയിൽ വൈറസ് ഉണ്ടാകും. രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ രോഗാണുവാഹകരായും ഇത്തരം മൃഗങ്ങൾ ജീവിക്കാറുണ്ട്. എന്നാൽ അവയിൽ നിന്ന് രോഗബാധയുണ്ടാവില്ല. പേവിഷബാധയേറ്റ മൃഗത്തിൻ്റെ അവയവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലാബ് ജീവനക്കാർക്ക് വായുവിലൂടെ ഇതിൻ്റെ വിഷാംശം ഏൽക്കാം. ഇത്തരം മൃഗങ്ങളുമായി സമ്പർക്കത്തിൽ വരികയോ കടിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യത 3 വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ളത് ക്ലാസ് 1ഉം കൂടിയത് ക്ലാസ് 3ഉം ആണ്. രോഗസുഷുപ്തി. കടിയേറ്റ് 3 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ മനുഷ്യൻ രോഗലക്ഷണങ്ങൾ കാണിക്കും. വർഷങ്ങൾ കഴിഞ്ഞും അപൂർവമായി ചില ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. കടിയേറ്റ ഭാഗം, കടിയുടെ തീവ്രത, മുറിവുകളുടെ എണ്ണം, തൊലിപ്പുറത്തോ അല്ലാതെയോ ആണ് കടിയേറ്റത്, ചികിത്സ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ കാലദൈർഘ്യം വ്യത്യാസപ്പെടുക. മുഖത്തും തലയിലും കഴുത്തിലുമാണ് മുറിവേറ്റതെങ്കിൽ രോഗലക്ഷണം വേഗം പ്രത്യക്ഷപ്പെടും. കടിയേറ്റിടത്തും ചുറ്റും വൈറസ് പെറ്റും പെരുകിയ ശേഷമാണ് ഞരമ്പുകൾ വഴി തലച്ചോറിലെത്തുന്നത്. അവിടെ നിന്ന് മറ്റ് ഞരമ്പുകളിലേക്ക് ബാധിക്കും. രോഗലക്ഷണങ്ങൾ. രോഗാവസ്ഥയ്ക്ക് മുന്നോടിയായി തലവേദന, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ പനി എന്നിവ 3-4 ദിവസം നിൽക്കാം. 80% രോഗികൾക്കും കടിയേറ്റ ഭാഗത്തിന് ചുറ്റും പെരുപ്പും വേദനയും ഉണ്ടാകും. പേരോഗത്തിൻ്റെ ഏറ്റവും കൃത്യമായ ലക്ഷണമാണിത്. തുടർന്ന് നാഡീവ്യൂഹത്തിൻ്റെ ഉദ്ദീപനം മൂലം ശബ്ദം, കടുത്ത വെളിച്ചം, കാറ്റ്, തണുപ്പ് എന്നിവ വളരെ അസഹനീയമായി അനുഭവപ്പെടും. വായുവിനെ ഭയപ്പെടുന്ന അവസ്ഥ എയ്റോഫോബിയ ഇതിൻ്റെ മാത്രം പ്രത്യേക ലക്ഷണമാണ്. മുഖത്തേക്ക് കാറ്റേറ്റാൽ കഴുത്തിലെയും തൊണ്ടയിലെയും പേശികൾ വേദന മൂലം വലിഞ്ഞു മുറുകുന്ന അവസ്ഥയാണിത്. ശരീരം വിയർക്കുക, ഉമിനീർ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുക, കണ്ണുനീർ വരിക എന്നീ തുടർ ലക്ഷണങ്ങളും ഉണ്ടാവും. ആഹാരമോ വെള്ളമോ കഴിക്കാൻ ശ്രമിച്ചാൽ ഫലപ്രദമാകില്ല. രോഗം ഗുരുതരമാകുന്നതനുസരിച്ച് വെള്ളം കാണുന്നത് പോലും പേശി സങ്കോചത്തിനും വേദനയ്ക്കും കാരണമാകും. വെള്ളത്തോടുള്ള ഈ പേടി ഹൈഡ്രോഫോബിയ മനുഷ്യരിൽ മാത്രമേയുള്ളൂ. 2-3 ദിവസം രോഗം നിലനിൽക്കുകയും തുടർന്നുണ്ടാകുന്ന കോട്ടലിൽ മരണം സംഭവിക്കുകയോ രോഗി കോമ എന്ന അബോധാവസ്ഥയിലേക്ക് മാറിയോ ആകും മരിക്കുക. സ്കിൻ ബയോപ്സി, ഉമിനീരിൽ നിന്ന് വൈറസിനെ വേർതിരിച്ചെടുക്കൽ, കണ്ണിൻ്റെ കോർണിയയിൽ നിന്ന് സ്രവമെടുത്ത് പരിശോധിക്കൽ എന്നിവയിലൂടെ രോഗം സ്ഥിരീകരിക്കാം. ചികിത്സ. രോഗലക്ഷണം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു ചികിത്സയും നിലവിലില്ല. ഏകാന്തമായി നിശബ്ദതയിൽ ഒഴിപ്പിക്കുക, വേദന സംഹാരികൾ നൽകുക, ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക എന്നീ വൈദ്യസഹായങ്ങൾ നൽകാം. രോഗിയുടെ വിസർജ്യത്തിലും ഉമിനീരിലും വൈറസ് ഉള്ളതിനാൽ രോഗിയെ പരിചരിക്കുന്നവർ ഇവയുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരാൻ പാടില്ല. രോഗപ്രതിരോധം. പേവിഷബാധയ്ക്ക് ഫലപ്രദമായ പ്രതിരോധ വാക്സിൻ ലഭ്യമാണ്. മുൻപ് ഉപയോഗിച്ചിരുന്ന ന്യൂറോണൽ എംബ്രിയോ വാക്സിനുകൾ പാർശ്വഫലങ്ങളാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ദീർഘകാലം അനവധി കുത്തിവയ്പ് എടുക്കേണ്ടുന്ന വാക്സിനുകൾക്ക് പകരം 4 ദിവസം മാത്രം കുത്തിവയ്ക്കുന്ന എൻട്രാഡെർമൽ വാക്സിനുകൾ ഇപ്പോൾ വ്യാപകമാണ്. ഹ്യൂമൻ ഡിപ്പോയിഡ് സെൽ വാക്സിൻ ശ്രേണിയിൽപ്പെട്ട ഇവ 1, 3, 7, 28 ദിവസം എടുക്കുകയാണ് വേണ്ടത്. 1, 3, 7, 28 ദിവസം എടുക്കുകയാണ് വേണ്ടത്. പ്രതിരോധം 3 തരത്തിൽ നേടാം. കടിയേറ്റതിന് ശേഷം നേടുന്ന പ്രതിരോധം, കടിയേൽക്കുന്നതിന് മുൻപ് നൽകുന്ന പ്രതിരോധം, മുൻപ് വാക്സിൻ എടുത്തവർക്ക് വീണ്ടും നൽകുന്ന പ്രതിരോധം. കടിയേറ്റ ശേഷം നൽകുന്ന പ്രതിരോധം കടിയുടെ കാഠിന്യത്തെയും കടിച്ച പട്ടിയെയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ള ക്ലാസ് 1 വിഭാഗത്തിൽ കടിക്ക് ഏറ്റവും കുറഞ്ഞ ചികിത്സയും അപകട സാധ്യത കൂടിയ ക്ലാസ് 3 മുഖത്തും കൈകാലിലുമുള്ള വലിയ കടി ഏറ്റവും തീവ്രമായ ചികിത്സയും നൽകണം. ഇത്തരം ഘട്ടങ്ങളിൽ വാക്സിൻ കൂടാതെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ കുതിരയുടെ ആൻറ്റി റാബീസ് സിറം കുത്തിവയ്ക്കേണ്ടി വരും. കടിയേറ്റ ഭാഗം വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയും പ്രസ്തുത സിറം ചുറ്റുപാടും കുത്തിവയ്ക്കുകയും വേണം. അയഡിൻ ലൈനിയോ ആൽക്കഹോളോ ഉപയോഗിച്ച് കഴുകുന്നതും നന്ന്. ഒരിക്കലും മുറിവ് തുന്നിച്ചേർക്കരുത്. ആൻറ്റിബയോട്ടിക്കുകളും ടെറ്റനസ് പ്രതിരോധ മരുന്നുകളും നൽകണം. കടിച്ച മൃഗത്തെ 10 ദിവസം നിരീക്ഷിച്ച് അത് ചത്തില്ലെങ്കിൽ അതിന് രോഗമില്ലെന്ന് ഉറപ്പിക്കാം.
കടിയേൽക്കുന്നതിനു മുമ്പുള്ള പ്രതിരോധം പ്രധാനമായും നായയെ വളർത്തുന്നവർക്കും മൃഗസംരക്ഷകർക്കും അതുമായി ബന്ധപ്പെട്ട ലാബ് ജോലികൾ ചെയ്യുന്നവർക്കുമാണ് നൽകുന്നത്. 3 ഡോസ് മരുന്നാണ് അവർക്ക് നൽകുക. നേരത്തെ വാക്സിൻ നൽകിയവർക്ക് വീണ്ടും കടിയേറ്റാൽ 2 ഡോസ് മരുന്ന് നൽകി പ്രതിരോധം നേടാം. കാർഷിക അറിവുകൾ, രവീന്ദ്രൻ നായരുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.